ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾക്കാരാണുള്ളത്. ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന വാക്കുകളാണ്. ഒരു കുടുംബനാഥനാണെങ്കിൽ, ഒരു കമ്പനിയുടെ മേധാവിയാണെങ്കിൽ ഒരുപക്ഷെ പറയുന്നൊരു വാക്കായിരിക്കാം, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല. യഥാർത്ഥത്തിൽ എന്താണ് സത്യം? മഹാനായ റഷ്യൻ കഥാകൃത്ത് ലിയോ ടോൾസ്റ്റോയുടെ 3 പുഞ്ചിരികൾ എന്നൊരു കഥയുണ്ട്. അതിലെ അവസാനത്തെ പുഞ്ചിരി മാത്രം ഞാൻ പറയാം. ദരിദ്രനായ ഒരു ചെരുപ്പുകുത്തി ശൈത്യകാലത്ത്, തണുപ്പ് കാലത്ത് പുതപ്പ് വാങ്ങിക്കാനായി അദ്ദേഹം ബാസാറിലേക്ക് പോകുന്നു. പക്ഷെ കൊണ്ടുപോയ കാശിന് നല്ലൊരു പുതപ്പ് കിട്ടാതെ നിരാശയോടെ മടങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നഗ്നനായി വഴിവക്കിൽ കിടക്കുന്നത് കാണുന്നു. അദ്ദേഹത്തോട് കനിവ് തോന്നിയ അദ്ദേഹം ഈ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തന്റെ ചെരുപ്പ് കുത്തൽ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. നല്ലൊരു ചെരുപ്പ് കുത്തിയായി യുവാവ് മാറുന്നു. ദിവസങ്ങൾക്ക് ശേഷം ചെരുപ്പുകുത്തിയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ 2 കുട്ടികളുമായി കടന്നു വരുന്നു. വന്ന സ്ത്രീ പറയുന്നു, ഈ 2 കുട്ടികൾക്ക് നല്ലൊരു ചെരുപ്പ് നിങ്ങൾ നിർമ്മിച്ചു തരണം. എത്ര ചെലവാണെങ്കിലും കുഴപ്പമില്ല. ഒരു കുട്ടിയുടെ കാലിന് മുടന്തുണ്ട്. ചെരുപ്പുകുത്തി ചോദിച്ചു, എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? ആ സ്ത്രീ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ എൻ്റെ 2 മക്കളല്ല, ഇവരെന്റെ അയൽവാസിയുടെ മക്കളായിരുന്നു. അവർ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്നത് ഞാനാണ്. ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ചെരുപ്പുകുത്തിയോട് പറയുന്നു, ഞാൻ പോവുകയാണ്, എന്റെ ദൗത്യം കഴിഞ്ഞു. അത്ഭുതത്തോടുകൂടെ ചെരുപ്പുകുത്തി ചോദിച്ചു, എന്തേ നിങ്ങൾ പോകുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു മാലാഖയാണ്. ദൈവം എന്നെ ഭൂമിയിലേക്ക് മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയച്ചതാണ്. നേരത്തെ കണ്ട കുട്ടികളുടെ മാതാപിതാക്കളുടെ ആത്മാവിനെ പിടിക്കാൻ എന്നെയാണ് ദൈവം നിശ്ചയിച്ചത്. പക്ഷെ ആ കുട്ടികളുടെ കാര്യം ഓർത്ത് ഞാൻ അവരുടെ ആത്മാവിനെ പിടിച്ചില്ല. എന്നാൽ ആ കുട്ടികൾക്ക് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, ആ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിനു ശേഷം ആ കുട്ടികൾക്കുണ്ടായ സൗകര്യങ്ങൾ ഓർത്ത് ഞാൻ ചിന്തിച്ച് ചിരിച്ചു പോയതാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ ഇല്ലാതാകുമ്പോഴായിരിക്കാം നമ്മൾ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് കരുതിയ പല കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നത്. നാം കരുതുന്നത് ഞാനാണെല്ലാം നിയന്ത്രിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ഖൈറും ഷർറും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ആ റബ്ബിന്റെ തീരുമാനം എല്ലാം അത് ഖൈറിലായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. അവന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അവൻ പറയുന്ന വാചകം അൽഹംദുലില്ലാഹ് എന്ന വാചകമാണ്. അള്ളാഹുവിലേക്കാണ് അവന്റെ സകല കാര്യങ്ങളും അർപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ എല്ലാ കാര്യവും നടക്കുന്നത് എന്ന പൂർണ്ണമായ ഒരു വിശ്വാസമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.